സമയം 11 മണി കഴിഞ്ഞു. ക്ലബ് FM-ന്റെ ഈ റൊമാൻറ്റിക് സ്റ്റുഡിയോയിൽ ഞാൻ റീനു, ലവ് ബൈറ്റ്സുമായിട്ട്. ഇതുവരെ ഇതൊക്കെ നീ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പം എന്താ പറ്റിയേ? പല ആൺകുട്ടികളും പെൺകുട്ടികളുടെ അടുത്ത് വഴക്കുണ്ടാക്കുമ്പോൾ പറയുന്ന ഒരു ഡയലോഗാണ്. അവർ പറയുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ അവരുടെ അടുത്ത് ഡിപ്പെൻഡൻ്റ് ആവുക, എല്ലാത്തിനും അവരെ കൂട്ടുവിളിക്കാന്ന്. നിങ്ങൾ ആൺപിള്ളേര് മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങളിതൊക്കെ പണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആരെയും കൂട്ടു വിളിച്ചിട്ടില്ല. അന്ന് ഞങ്ങളും തനിച്ചായിരുന്നു. ഇങ്ങനെ കുറേ നാൾ തനിച്ച് ജീവിതത്തിൽ ഒരാൾ വേണമെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പ്രണയിച്ച്. പിന്നെ നിങ്ങളുടെ കൂട്ട് ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന തെറ്റാണോ? ഒന്ന് പുറത്തു പോകാൻ, സിനിമയ്ക്ക് പോകാൻ, ഷോപ്പിങ്ങിന് പോകാൻ, ഹോസ്പിറ്റലിൽ പോകാൻ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ, ഇതിനൊക്കെ ഞങ്ങൾ നിങ്ങളെ കൂട്ടു വിളിക്കുന്ന തെറ്റാ? സന്തോഷിക്കല്ലേ വേണ്ടേ? നിങ്ങൾ എന്താ വിചാരിച്ചേക്കുന്നത്? ഒരു ഓട്ടോയിൽ കയറി ഈ സ്ഥലത്തൊക്കെ പോകാൻ ഞങ്ങൾക്ക് അറിയത്തില്ലാന്നോ? നിങ്ങളെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നിങ്ങളുടെ കൂടെ എല്ലായിടത്തും വരുന്നത്? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾ എല്ലായിടത്തോട്ടും വിളിക്കുന്നത്? കൂടെ വന്നൂടെ? വേണ്ട, ആൺകുട്ടികളെ ഞാൻ കുറ്റം പറയല്ലേ എന്ന് ചോദിക്കണ്ട. നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാൻ പറയാം. പക്ഷേ ക്ലബ് FM-ലെ മനോഹരമായ ഈ ഗാനങ്ങൾക്ക് ശേഷം മനോഹരമായ പ്രണയ ഗാനങ്ങളും പ്രണയ സന്ദേശങ്ങളും നിറഞ്ഞ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. നേരത്തെ ഞാൻ ആൺകുട്ടികളെ കുറച്ച് കുറ്റം പറഞ്ഞ് നിർത്തിയേക്കുമായിരുന്നല്ലേ? ഞാൻ ഞങ്ങളുടെ സൈഡാണ് പറഞ്ഞത്. നേരത്തെ എൻ്റെ അടുത്തൊരു ആൺകുട്ടി പറഞ്ഞു, റീനു, എല്ലാ കാര്യത്തിനും ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾക്ക് തന്നെ ചെയ്തൂടെ? ഞങ്ങൾക്ക് നിങ്ങളെക്കാളും ഒരുപാട് തിരക്ക് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഈ എല്ലാത്തിനും നിങ്ങളുടെ കൂടെയൊക്കെ ഞങ്ങൾ വരാത്തേന്ന്. ഈ ആളോട് ഞാൻ ചോദിക്കട്ടെ, ഒത്തിരി തിരക്കുണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ ജീവിതം എന്ന് പറയുന്നത് ഷോർട്ടല്ലേ? ആ സമയത്ത് ഇഷ്ടപ്പെടുന്ന ആൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എത്രത്തോളം സമ്പാദിച്ചിട്ടും എത്ര വലിയ ഉയരങ്ങളിലെത്തിയിട്ടും എന്താ കാര്യം? കൂടെ നിൽക്കുന്നയാൾ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ലൈഫിൽ എന്താ അർത്ഥമുള്ളത്? പ്രണയത്തിൽ ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നു എന്ന് പറയുമ്പോൾ എനിക്കെന്താ തോന്നുന്നതെന്നറിയോ? അയാൾക്ക് മറ്റയാളോട് സ്നേഹമില്ല എന്ന്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മറ്റയാളുടെ അടുത്ത് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുന്നത് അയാളോട് സ്നേഹം വരുമ്പോഴാണ്. അല്ലാതെ ഇഷ്ടമില്ലാത്തവരെ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും? ഇഷ്ടമില്ലാത്തയാളുടെ സാമീപ്യം നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ലല്ലോ. സോ നെക്സ്റ്റ് ടൈം ഗേൾ ഫ്രണ്ട് വിളിക്കുമ്പോൾ ഡോണ്ട് സേ ഐ ഹാവ് നോ ടൈം ബേബി. പകരം പറയുക, യാ ലവ്, ലെറ്റ്സ് ഗോ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ മനോഹരമായ ഒരു റൊമാൻറ്റിക് സോങ്. Dedicate a song to my love, Rajan. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിന് ഒരു മെസ്സേജ് വന്നതാണ് ഇങ്ങനെ. പക്ഷെ ആളുടെ പേരല്ല കേട്ടോ. പിന്നെ എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു, പക്ഷെ എൻ്റെ ഫ്രണ്ടിനും അവളെ തന്നെ ഇഷ്ടമായിരുന്നു. സോ ഞാൻ അവളെ എൻ്റെ ഫ്രണ്ടായിട്ട് കാണുമെന്ന്. അയ്യോ, നേരത്തെ ഒരിക്കൽ നമ്മൾ ലവ് ബൈറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും വിട്ടുകൊടുക്കാം, പ്രണയത്തി വേണ്ടാന്ന്. പിന്നെ റീനു, പ്ലീസ് ഡെഡിക്കേറ്റ് എ വെരി റൊമാൻറ്റിക് സോങ് ഫോർ മൈ ഫ്രണ്ട്സ് ആൻഡ് ദെയർ ലവേഴ്സ് ഇൻ ദ സൂരജ്. സ്വന്തമായി പ്രണയമില്ല, വേറെ എല്ലാവർക്കും വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു കക്ഷിയോ? മെസ്സേജ് വായിച്ചാൽ അറിയാം ഉള്ളിലൊരു പ്രണയമുണ്ട്, പുറത്തേക്ക് എത്തിയിട്ടില്ല. സാരമില്ല, സമയമുണ്ട് കേട്ടോ. പിന്നെ ഒരു മെസ്സേജ് എന്താണെന്നറിയോ? എൻ്റെ അഖിലേ, നീ എവിടെയാ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിധിയെ തിരുത്തും. നീ എനിക്ക് വേണ്ടി മാത്രം ജനിച്ചവളാം, ആർക്കും വിട്ടുകൊടുക്കില്ല എൻ്റെ മുത്തനെ. ഐ ലവ് യു അഖില എന്ന് ശ്രീയാണ് അയച്ചു തന്നേക്കുന്നത്. ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് പാട്ട് കൊടുക്കാം. ഇതുപോലൊരു റൊമാൻറ്റിക് സോങ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലൂടെ നിങ്ങൾക്ക് വേണോ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. You are listening to Kerala's number 1 FM, Club FM. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. നേരത്തെ നമ്മൾ